ദിലീപിന്റെ ശബരിമല ദർശനം 4 ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വിശദീകരണം കേട്ട ശേഷം തുടർ നടപടി. കുറച്ചു നേരത്തേക്ക് ദർശനം തടസ്സപ്പെട്ടു എന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. അതേസമയം ദിലീപിന് മുറി അനുവദിച്ചതിൽ ക്രമക്കേടില്ലെന്നും സ്വാഭാവിക നടപടി മാത്രമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ചെറിയൊരു പിഴവ് എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ ഒരു ചെറിയ സമയത്ത് തടഞ്ഞു നിർത്തേണ്ടി വന്നു. അത് ഗുരുതരമായൊരു വിഷയമാണ്. അത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അതിൽ ആരൊക്കെയാണോ അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ദേവസ്വം ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ വിശദീകരണം വന്നതിന് ശേഷം ഉചിതമായ ശക്തമായ നടപടി സ്വീകരിക്കും. അതിൽ 4 പേർക്കില്ലേ. പിന്നെ ഞങ്ങളുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞ 22 ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ്. 22 ദിവസവും വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൃത്യമായ സംതൃപ്തിയോടുകൂടി ദർശനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. അതാണ് ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം, ഉദ്യോഗസ്ഥന്മാരുടെയും പ്രധാനപ്പെട്ട കർത്തവ്യം. അതിലെന്തെങ്കിലും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായ നടപടി ഉണ്ടാകും. മുറി എന്നൊക്കെ പറയുന്നത് അതൊന്നും കോടതി പരാമർശിക്കപ്പെട്ട വിഷയങ്ങളല്ലല്ലോ. ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഭക്തജനങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് കോടതി പറയുന്നത്. അത് കോടതി പറയുന്നതിൽ ചെറിയ ന്യായമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. റിപ്പോർട്ടിലും അങ്ങനെയാണ് പറഞ്ഞത്.